ഹായ് ഹലോ നമസ്കാരം. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. ഞായറാഴ്ചയിലെ കുറച്ച് വിശേഷങ്ങളാണ് ഞാൻ ഈ വ്ലോഗിൽ നിന്ന് ഇട്ടേക്കുന്നത്. പ്രത്യേകിച്ചൊന്നുമില്ല, നമ്മുടെ വീട്ടിലെ പണികളും അങ്ങനെ കുറച്ച് കാര്യങ്ങൾ മാത്രം. സൺഡേ ആയിരുന്നാലും നമുക്ക് അമ്മമാർക്ക് ഓഫില്ലല്ലോ. രാവിലെ തന്നെ പണി തുടങ്ങുന്നു, കുക്കിംഗ് കാര്യങ്ങളെല്ലാം നമുക്ക് ചെയ്യണമല്ലോ. ഞാൻ രാവിലെ തന്നെ എഴുന്നേറ്റ് അടുക്കളയിൽ കയറി ചായയൊക്കെ ഒന്ന് ഇട്ട് കുടിച്ചിട്ട് ബ്രേക്ക്ഫാസ്റ്റും റെഡിയാക്കി വെച്ചിട്ട് ഞാൻ ക്ലീൻ ചെയ്യാനായിട്ട് ഇറങ്ങിയിട്ടുണ്ട്. രാവിലെ മുറ്റമൊക്കെ ഒന്ന് അടിച്ചു വാരാനായിട്ട് കുറേ ദിവസമായി മുറ്റം അടിച്ചു വാരിയിട്ട്. വലിയ ചവറൊന്നും ഇല്ലാത്തത് കൊണ്ട് മുറ്റം അടിച്ചു വാരൽ കുറവാണ്. ഇപ്പം ഞാൻ വഴക്ക് പറയുകയാണ് ശിവയെ, പുറത്ത് കുറേ കാര്യങ്ങളും സാധനങ്ങളും എല്ലാം മുറ്റത്ത് പറക്കി എറിഞ്ഞതുകൊണ്ട്. അതെല്ലാം ചെയ്ത് കഴിഞ്ഞ് ഞാൻ അകത്ത് വന്ന് കുറച്ച് രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞിട്ടുള്ള പാത്രങ്ങളെല്ലാം ഞാൻ കഴുകി വെച്ചു. ഒരു ദിവസം ഫ്രീ ആയിട്ട് നമുക്ക് നിൽക്കാമെന്ന് വെച്ചാൽ പറ്റില്ല. പക്ഷെ കാരണം നമുക്ക് ഒരുപാട് പണികൾ വീട്ടിൽ തന്നെ ഉണ്ട്. നമ്മൾ ജോലിക്ക് പോയില്ല എങ്കിലും വീട്ടിലെ കാര്യങ്ങളും എല്ലാം നോക്കുമ്പോൾ റെസ്റ്റ് കുറവാണ്. എങ്കിൽ ഉച്ചയ്ക്ക് ശേഷം നമുക്ക് റെസ്റ്റ് ഉണ്ട് കേട്ടോ. എനിക്ക് മടിയുള്ള കൂട്ടത്തിൽ പെടുന്നതാണ് പാത്രം കഴുകലും മീൻ വെട്ടുന്നതും. പക്ഷേ അത് ചെയ്യാൻ ഞാനല്ലേ ഉള്ളൂ, ഞാൻ ചെയ്യും. ചില ദിവസങ്ങളിൽ സഹായിക്കാൻ ചേട്ടനോ കുഞ്ഞാറ്റയോ കാണും കേട്ടോ. ഇന്ന് രണ്ടുപേരും ഇവിടെ ഇല്ല. കുഞ്ഞാറ്റ ട്യൂഷന് പോയി, ചേട്ടൻ പുറത്തോട്ട് പോയേക്കുവാണ്. ഇപ്പം അത് കഴിഞ്ഞിട്ട് ഞാൻ പാത്രങ്ങളെല്ലാം കഴുകി വെച്ചു. ഇഡ്ഡലി പാത്രം ഇങ്ങനെ കറുത്ത് പോകാൻ കാരണം ഞാൻ അടുപ്പത്ത് വെച്ചിട്ട് മറന്നു പോകും. മിക്കവാറും അങ്ങനെയാണ്, മറന്നു പോവും, അതവിടെ ഇരുന്ന് കരിയും. അതിനുശേഷം എടുത്ത് ക്ലീൻ ചെയ്യുമ്പോൾ അതിൻ്റെ കളർ വ്യത്യാസം ഇങ്ങനെ വരും. എപ്പോഴും അങ്ങനെയാണ്, കൂടുതലും ഞാൻ മറന്നു പോകും. അതിൽ വെള്ളം വറ്റിയിട്ട് മൊത്തത്തിൽ അത് കരിഞ്ഞു തുടങ്ങും. അപ്പോഴായിരിക്കും ഞാൻ അറിയുന്നത് തന്നെ. ഇന്ന് ഞാൻ ചോറ് വയ്ക്കുന്നത് വിറകടുപ്പിലാണ്. നമുക്ക് വിറകടുപ്പുണ്ട്, വല്ലപ്പോഴും ഒരിക്കലായിരിക്കും അത് കത്തിക്കുന്നത്. അവിടെ നമുക്ക് വേറെ സ്ഥലമൊന്നുമില്ല, അകത്ത് തന്നെ ഒരു ചെറിയ അടുക്കളയിൽ വിറകടുപ്പാണ് വെച്ചേക്കുന്നത്. അവിടെ കുറച്ച് വിറക് നമുക്ക് താഴോട്ടൊന്നും വെക്കാൻ പറ്റില്ല, ഭയങ്കര ചെതലിൻ്റെ ശല്യമാണ്. അതുകൊണ്ട് കുറച്ച് വിറക് അടുപ്പിന് സൈഡിലായിട്ട് വെച്ച് സൂക്ഷിച്ച് വെച്ചിട്ടായിരിക്കും നമ്മൾ അടുപ്പ് കത്തിക്കുന്നത്. ചമ്പാവരിയാണ് ഉപയോഗിക്കുന്നത്. ഇത് റേഷൻ കടയിൽ നിന്ന് കിട്ടിയതാണ് കേട്ടോ. നല്ല ചമ്പാവ. അതിനെ നല്ലപോലെ കഴുകി ചൂടുവെള്ളത്തിൽ ഒന്ന് കഴുകണം, എങ്കിലേ അത് വൃത്തിയാവത്തുള്ളൂ. അങ്ങനെ അരി കഴുകി ഞാൻ അടുപ്പത്തിട്ട്. ഞാൻ വീട്ടിലുണ്ടായിരിക്കുന്ന ദിവസങ്ങളിലെല്ലാം വിറകടുപ്പിൽ തന്നെയാണ് ചോറ് വയ്ക്കുന്നത്. അതൊരു സന്തോഷമാണ് വിറകടുപ്പിൽ ചോറ് വയ്ക്കാൻ. സാധാരണ കുക്കറിൽ വയ്ക്കുന്ന ചോറ് എനിക്ക് അത്രയും ഇഷ്ടമല്ല. പിന്നെ അത്യാവശ്യം കരുതിയാണ് നമ്മൾ കുക്കറിൽ തന്നെ വയ്ക്കുന്നത്. തീ നല്ലപോലെ കത്തുന്നുണ്ട്. അതിനുശേഷം ഞാൻ അരി അടുപ്പത്തിട്ടിട്ട് നിൽക്കുമ്പോൾ ശിവ ഓടി വന്ന് വെള്ളം കുടിക്കാൻ വരുമായിരുന്നേ. കളിച്ച് ക്ഷീണിച്ച് തളർന്നു വന്നതാണ്. അവരെല്ലാവരും കൂടെ പുറത്തുനിന്ന് കളിക്കുന്നുണ്ടായിരുന്നു. ഇപ്പോൾ ഇവിടെ നിൽക്കും, കുറച്ച് കഴിയുമ്പോൾ അവരുടെ വീട്ടിൽ നിൽക്കും. അപ്പുറം ഇപ്പുറത്തും ചാടി 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 കളിയായിരുന്നു. ഇതിനിടയിൽ എൻ്റെ പണികളെല്ലാം മുറ പോലെ നടക്കുന്നുണ്ടായിരുന്നു. നേരത്തെ തൂത്തുവാരിയിട്ടെടുത്ത് ഞാൻ തുടയ്ക്കുന്നുണ്ടായിരുന്നു. അതിനിടയ്ക്ക് അടുപ്പത്ത് ചോറ് ഇരിപ്പുണ്ട്. അതിനുശേഷം മീൻകറിയിൽ മാങ്ങ ഇട്ട് വെച്ചു കേട്ടോ. അമ്മ വീട്ടിൽ നിന്ന് തന്ന മാങ്ങ ഇരിപ്പുണ്ടായിരുന്നു. അങ്ങനെ മാങ്ങയിട്ട് മീൻകറിയും വെച്ചു. അപ്പോഴാണ് ചേട്ടൻ പുറത്തു പോയിട്ട് മരിച്ചിനിയും മീനും കൊണ്ടുവന്നത്. വീണ്ടും അയല മീൻ തന്നെയാണ് കിട്ടി. വീണ്ടും അത് വെട്ടി വൃത്തിയാക്കി ഞാൻ വറുക്കാനായിട്ട് റെഡിയാക്കി വെച്ചു. ചക്കക്കുരു ഉണ്ടായിരുന്നതിന് തന്നെ ചക്കക്കുരുവും മാങ്ങയും കൂടി ഇട്ടൊരു കറി ഉണ്ടല്ലോ, അത് വെക്കാമെന്ന് കരുതി റെഡിയാക്കാനായിട്ട് നിന്നു. മീൻ വറുക്കാൻ അടുപ്പ് ഇട്ടിട്ടുണ്ടായിരുന്നു, അത് റെഡിയായിട്ട് വന്നിട്ടുണ്ട്. അതിനിടയ്ക്ക് മരിച്ചീനി വെച്ചു, മീൻ കറിയായി. ചക്കക്കുരുവും മാങ്ങയിട്ടുള്ള കറിക്ക് വേണ്ടിയുള്ള അരപ്പും റെഡിയാക്കി, അതുമെല്ലാം റെഡിയാക്കി എല്ലാം സെറ്റാക്കിയിട്ട് ഇതാണ് ഇന്നത്തെ ഉച്ചയൂണ് കേട്ടോ. ചക്കക്കുരു മാങ്ങക്കറി, മീൻ കറി, ചോറ്. വൈകുന്നേരമായപ്പോൾ ഇതും ചായയും ബ്രെഡായിരുന്നു കേട്ടോ സ്നാക്സിന്.